നടൻ ബാലയുടെ 2 വിവാഹങ്ങളും പ്രണയവിവാഹങ്ങളായിരുന്നു. ഗായിക അമൃത സുരേഷായിരുന്നു ബാലയുടെ ആദ്യത്തെ ഭാര്യ. എന്നാൽ 4 വർഷത്തിനടുത്ത് ഒരുമിച്ച് ജീവിച്ച ശേഷം ഇരുവരും വേർപിരിഞ്ഞു. ആ ബന്ധത്തിൽ അവന്തിക എന്നൊരു മകളും ബാലയ്ക്കുണ്ട്. ബന്ധം വേർപെടുത്തിയപ്പോൾ അവന്തികയുടെ സംരക്ഷണം അമൃത സുരേഷ് ഏറ്റെടുത്തു. ശേഷം 10 വർഷത്തിനടുത്ത് സിംഗിൾ ലൈഫ് നയിച്ച ശേഷം 2 വർഷം മുമ്പാണ് ബാല ഡോക്ടറായ എലിസബത്തിനെ വിവാഹം ചെയ്തത്. തൃശൂർ സ്വദേശിനിയാണ് എലിസബത്ത്. വലിയ ആഘോഷമൊന്നുമില്ലാതെ കൊച്ചിയിൽ വെച്ചായിരുന്നു ബാലയുടെയും എലിസബത്തിന്റെയും വിവാഹം. ശേഷം കുടുംബജീവിതത്തോടൊപ്പം പ്രൊഫഷനും എലിസബത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ബാലയ്ക്ക് കരൾ രോഗം മൂർച്ഛിച്ചതും സർജറി അടക്കമുള്ളവ നടന്നതും. ആ സമയത്തെല്ലാം ഒപ്പം തുണയായി നിന്ന് ശുശ്രൂഷിച്ച് ബാലയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എലിസബത്താണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബാലയ്ക്കൊപ്പം എലിസബത്തില്ല. പൊതുവെ എപ്പോഴും ബാലയ്ക്കൊപ്പം എലിസബത്തിനെ കാണാറുണ്ട്. ഇരുവരും ഏത് കാര്യത്തിനും ഒരുമിച്ചുണ്ടാകാറുമുണ്ട്. പിന്നീട് പെട്ടെന്നൊരു ദിവസം മുതൽ എലിസബത്തിനെ ബാലയ്ക്കൊപ്പം കാണാതാവുകയായിരുന്നു. തന്റെ വിശേഷങ്ങളെല്ലാം അപ്പോഴും എലിസബത്ത് സ്വന്തം യൂട്യൂബ് ചാനൽ വഴി ആരാധകരിലേക്ക് എത്തിക്കാറുണ്ടായിരുന്നു. അതിലൊന്നിലാണ് താൻ ഇപ്പോൾ കേരളത്തിലില്ലെന്നും ഡോക്ടർ ജോലിക്കായി നാട് വിട്ടു വന്നിരിക്കുകയാണെന്നും എലിസബത്ത് പറഞ്ഞത്. എന്നാൽ എവിടെയാണ് എലിസബത്ത് ജോലി ചെയ്യുന്നതെന്ന് വ്യക്തമല്ല. സ്ഥലം എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടുമില്ല. നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിലാണോ അതോ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്താണോ എന്ന് വ്യക്തമല്ല. ജോലിയിൽ പ്രവേശിച്ച ശേഷം ആദ്യമായി ഇതാ നാട്ടിൽ തിരികെ എത്തിയിരിക്കുകയാണ് എലിസബത്ത്. യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇക്കാര്യം എലിസബത്ത് വെളിപ്പെടുത്തിയത്. നാട്ടിലേക്കുള്ള വിമാനം കാത്തിരിക്കുന്ന സമയത്ത് പകർത്തിയ വീഡിയോയിലാണ് താൻ അവധിക്കായി നാട്ടിലേക്ക് പോവുകയാണെന്ന് എലിസബത്ത് പറഞ്ഞത്. ക്രിസ്മസിനും ന്യൂ ഇയറിനും അവധി ലഭിക്കാതിരുന്നതുകൊണ്ടാണ് വരാതിരുന്നതെന്നും വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞു. ഒപ്പം ന്യൂ ഇയർ ആശംസകളും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള ആശംസകളും എലിസബത്ത് നേർന്നു. നാട്ടിലെത്തിയ സന്തോഷം എലിസബത്ത് പങ്കിട്ടതോടെ ബാലയെ കാണാൻ പോകുമോ എന്ന ചോദ്യങ്ങളാണ് ആരാധകരിൽ നിന്നും ഏറെയും വരുന്നത്. ബാലയെ ഉപേക്ഷിച്ചോ ബാലയുടെ അടുത്തേക്ക് പോകുമോ? എലിസബത്ത് ന്യൂ ഇയർ ആശംസയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ബാല അറിയാൻ വേണ്ടി പറയുന്നത് പോലെ തോന്നുന്നു എന്നെല്ലാമാണ് കമന്റുകൾ. എലിസബത്ത് മെലിഞ്ഞ് കൂടുതൽ സുന്ദരിയായെന്നും കമന്റുകളുണ്ട്. അതേസമയം അടുത്തിടെ എലിസബത്തിനെ കുറിച്ച് ബാലയോട് ചോദിച്ചപ്പോൾ നടന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: എലിസബത്തിനെ ആരുമായും താരതമ്യപ്പെടുത്തരുത്. ഞാനൊരു അഭിമുഖത്തിലും എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരേയൊരു വാക്ക് ഇപ്പോൾ പറയാം. എലിസബത്തിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എലിസബത്ത് തങ്കമാണ്. പ്യുവർ ക്യാരക്ടറാണ്. ഇപ്പോൾ എൻ്റെ കൂടെയില്ല. ഞാനും അവളുടെ കൂടെയില്ല. വിധി. അവളുടെ ക്യാരക്ടറുള്ള മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഇതിന്റെ മുകളിലൊന്നും ചോദിക്കരുത്. ഞാൻ മരിച്ചാലും ഒരു കുറ്റവും അവളെക്കുറിച്ച് ഞാൻ പറയില്ല. ഞാൻ കഷ്ടപ്പെടുമ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവളാണ്. എലിസബത്ത് എപ്പോഴും ഹാപ്പിയായിരിക്കണം എന്നാണ് ബാല എലിസബത്തിനെ കുറിച്ച് സംസാരിച്ച് പറഞ്ഞത്.